കേരള രാഷ്ട്രീയത്തിന് കാലുമാറ്റങ്ങളുടെയും വഞ്ചനയുടെയും ചരിത്രം പുതിയ കാര്യമൊന്നുമല്ല. അധികാരത്തിന് വേണ്ടി മുന്നണികളിൽ മാറിയ നേതാക്കളെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അവർ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ന്യായീകരണം പറയാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൊട്ടാരക്കരയിൽ നിന്നും കേൾക്കുന്ന ചില വാർത്തകൾ, ചിലർ നൽകുന്ന രഹസ്യ സൂചനകൾ സത്യമാണെങ്കിൽ കേരള രാഷ്ട്രീയം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ വിലപേശലിൻ്റെ കഥയായിരിക്കും അത്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ വ്യക്തിയെ നെഞ്ചിലേറ്റി വളർത്തി കൊട്ടാരക്കരയുടെ ജനപ്രതിനിധിയാക്കിയത് ഇവിടുത്തെ ചെങ്കൊടി പ്രസ്ഥാനമാണ്. സംശയമില്ലാത്ത കാര്യം. 21 വർഷക്കാലം കൊട്ടാരക്കരയിലെ സഖാക്കൾ വിയർപ്പൊഴുക്കി നേടിയെടുത്ത വിജയം അവരെ ഏൽപ്പിച്ചു. പാർട്ടിയുടെ സർവ്വ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച സാക്ഷാൽ ഐഷ പോറ്റി പെട്ടെന്നൊരു ദിവസം അവർക്ക് പാർട്ടിയിൽ ശ്വാസം മുട്ടുന്നുവെന്ന് പറഞ്ഞ് പടിയിറങ്ങിയപ്പോൾ, വലതുപക്ഷ പാളയത്തിലേക്ക് ചേക്കേറിയപ്പോൾ നമ്മളൊക്കെ കരുതിയത് അവർ കോൺഗ്രസിൻ്റെ ഖദറാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ്. എന്നാൽ യഥാർത്ഥ സത്യം അതായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചില ഞെട്ടിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അവർക്ക് അണിയാൻ പാകത്തിൽ മറ്റൊരു നിറത്തിലുള്ള ഷാൾ അവിടെ തയ്യാറായിരുന്നു അത്രേ. അതെ, കാവി നിറത്തിലുള്ള ഒരു ഷാൾ. CPM-ൻ്റെ കൊടി പിടിച്ച് നടന്ന ഒരാൾ കോൺഗ്രസിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചൊരു പ്രമുഖ BJP സംസ്ഥാന നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ആരും അറിയാതെ നടന്നുവെന്ന് പറയപ്പെടുന്ന ആ ചർച്ചയിൽ BJP-യുമായി അവർ ഒരു വലിയ ഡീൽ ഉറപ്പിച്ചിരുന്നുവെന്ന സംശയങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നത്. അധികാരത്തിന് വേണ്ടി BJP-യുമായി അവർ ഉറപ്പിച്ചുവെന്ന് പറയപ്പെടുന്ന ആ രഹസ്യ ഡീൽ എന്തായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് BJP-യോട് പറഞ്ഞതിന് പിന്നിലെ ആ അവസരവാദ ബുദ്ധി എന്തായിരുന്നു? ഒടുവിൽ വർഗീയ പാർട്ടിയുമായി വിലപേശി ഒരാളെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് ഏറ്റെടുത്തുവെന്ന സൂചനകൾക്ക് പിന്നിലെ സത്യമെന്ത്? ചതിക്കപ്പെട്ടു എന്ന് പറയുന്ന BJP ഇപ്പോൾ ഐഷ പോറ്റിക്കെതിരെ പുറത്തെടുത്തിരിക്കുന്ന ആ രഹസ്യ ചിത്രങ്ങൾ എന്താണ്? ചെങ്കൊടിയെയും ഇവിടുത്തെ മതേതരത്വത്തെയും ഒറ്റുകൊടുത്തുവെന്ന് കരുതപ്പെടുന്ന ആ മഹാവഞ്ചനയുടെ രഹസ്യ ഡീലുകളെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് കടന്നാൽ കഥ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. കൊട്ടാരക്കര എന്ന മണ്ണ് എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഹൃദയഭൂമിയാണ്. ബാലകൃഷ്ണപിള്ള എന്ന വൻമരത്തെ വീഴ്ത്തി കൊട്ടാരക്കരയിൽ ചെങ്കൊടി പാലിക്കാൻ അവിടുത്തെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളുമായ സഖാക്കൾ ഒഴുക്കിയ വിയർപ്പിന് കണക്കില്ല. ആ വിയർപ്പിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും തണലിലാണ് ഐഷ പോറ്റി എന്ന നേതാവ് വളർന്നത്. നീണ്ട 21 വർഷം ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനം നൽകാവുന്നതിൻ്റെ പരമാവധി അവർക്ക് നൽകി. അധികാരത്തിൻ്റെ ഉന്നത പദവികൾ അവർ അനുഭവിച്ചു. എന്നാൽ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരും. പ്രത്യയശാസ്ത്രം എന്നത് ഇത്തരക്കാർക്ക് വെറുമൊരു മുഖംമൂടി മാത്രമാണെന്നും അധികാരമില്ലെങ്കിൽ ഏത് കൊടിയും വലിച്ചെറിയാനുള്ളതാണെന്നും ഇവർ തെളിയിച്ചു. പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു കോൺഗ്രസ് വേദിയിലായിരുന്നു. കോൺഗ്രസ് വേദിയിൽ വച്ച് അവർ നടത്തിയ ആ പ്രഖ്യാപനം ഓർമ്മയുണ്ടോ? ഞാൻ CPM ഉപേക്ഷിക്കില്ല എന്ന്. യഥാർത്ഥത്തിൽ അതൊരു ഗംഭീര അടവായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് നോക്കിയിട്ടും മാത്രം സ്വന്തം നിലപാട് വ്യക്തമാക്കാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന അണിയറ സംസാരങ്ങൾ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി അറിയാൻ കോൺഗ്രസ് നേതൃത്വവും അവർക്ക് മൗനാനുവാദം നൽകിയെന്ന സൂചനകളുമുണ്ട്. എന്നാൽ കൊട്ടാരക്കരയിലെ സഖാക്കളെയും കോൺഗ്രസ്സുകാരെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് അരങ്ങേറിയ മറ്റൊരു തിരക്കഥയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചിലർ നൽകുന്നത്. പുറത്ത് കോൺഗ്രസ് വേദിയിൽ ഈ സർവൈവൽ നാടകം കളിക്കുമ്പോൾ സമാന്തരമായി തിരുവനന്തപുരത്തെ ഒരു ബന്ധുവീട്ടിൽ BJP-യുമായി സന്ധി ചെയ്യുവാനുള്ള ചർച്ചകൾ നടന്നിരുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത്. ഒരു പ്രമുഖ BJP സംസ്ഥാന നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ആരും അറിയാതെ നടന്നുവെന്ന് പറയപ്പെടുന്ന ആ കൂടിക്കാഴ്ചയിൽ BJP-യിൽ ചേരുന്നതിനോട് തനിക്ക് യാതൊരു താൽപ്പര്യക്കുറവുമില്ലെന്ന് ഐഷ പോറ്റി സമ്മതിച്ചിരുന്നു എന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിരുന്ന ഒരാൾ RSS അജണ്ടകൾ നടപ്പിലാക്കുന്ന BJP-യുമായി അധികാരത്തിനു വേണ്ടി വിലപേശി എന്നത് ശരിയാണെങ്കിൽ ഇതിലും വലിയൊരു വർഗവഞ്ചന വേറെയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ അവിടെയും അവർ ഒരു കണ്ടീഷൻ വച്ചത്രേ: തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. BJP വമ്പൻ ഓഫറുകൾ അവർക്ക് മുന്നിൽ വച്ചിരുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര സീറ്റായിരുന്നു അതിലൊന്ന്.
ഇനി ആ സീറ്റിൽ തോറ്റാൽ പകരം രാജ്യസഭാ സീറ്റ്. ഇതായിരുന്നു അത്രേ BJPയുടെ വാഗ്ദാനം. ആ ഉറപ്പിൽ ഐഷ പോറ്റിക്കായി തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ട് BJP കാത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. അവിടെയാണ് ഈ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറുന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമെന്ന് കണ്ടതോടെ ഐഷ പോറ്റിയുടെ മനസ്സിലെ കാവ്യ നിറം പെട്ടെന്ന് ത്രിവർണ്ണമായി മാറിയെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, BJP നൽകിയ ഓഫറുകളേക്കാൾ വലിയൊരു ചൂണ്ട കോൺഗ്രസ് അവർക്ക് നേരെ എറിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അടുത്ത ഭരണത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, ആ ഒരൊറ്റ ഓഫറിൽ തന്നെ വിശ്വസിച്ച് കാത്തിരുന്ന BJPയെ അവർ നൈസായിട്ട് ഒഴിവാക്കി കോൺഗ്രസിലേക്ക് ചേക്കേറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. BJPയുമായി രഹസ്യ ഡീൽ നടത്തിയ ഒരാളെ അധികാരത്തിനു വേണ്ടി കോൺഗ്രസ് നെഞ്ചോട് ചേർത്തു. ഇതാണോ കോൺഗ്രസ് പറയുന്ന മതേതരത്വം എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. എന്നാൽ അധികാരക്കൊതിയുടെ ഈ ഒളിച്ചുകളി അവിടെ തീർന്നില്ല. തങ്ങളെ വഞ്ചിച്ചതിന് പകരം ചോദിക്കാൻ BJP ആവനാഴിയിലെ ഏറ്റവും വലിയ അസ്ത്രം തന്നെ പുറത്തെടുത്തുവെന്നതിൻ്റെ സൂചനകളാണ് കൊട്ടാരക്കരയിലെ BJP നേതാവ് വൈക്കൽ സോമൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വൈക്കൽ സോമൻ വെറുതെ വായുവിലേക്കല്ല വെടി പൊട്ടിക്കുന്നത് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരത്തെ ആ ബന്ധുവീട്ടിൽ വച്ച് നടന്നുവെന്ന് പറയപ്പെടുന്ന ആ രഹസ്യ ചർച്ചയുടെ ആ വില പേശലിൻ്റെ ചിത്രങ്ങൾ BJPയുടെ കൈവശം ഭദ്രമായി ഉണ്ടെന്ന വലിയൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഈ ഒരു തുറുപ്പുചീട്ട് കയ്യിൽ വച്ചുകൊണ്ടാണത്രേ BJP ഇപ്പോൾ കോൺഗ്രസിനും ഐഷ പോറ്റിക്കുമെതിരെ പടയൊരുക്കം നടത്തുന്നത്. മാത്രമല്ല, കൊട്ടാരക്കരയിൽ BJP ഒരു വമ്പൻ രാഷ്ട്രീയ ഓപ്പറേഷൻ നടപ്പിലാക്കിയെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. അഖിൽ മാരാരെയും രശ്മിയെയും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രമായിരുന്നു അതത്രേ. രശ്മി BJPയിലെത്തിയെങ്കിലും നേരിട്ട് BJPയിൽ ചേരുന്നതിനുള്ള അഖിൽ മാരാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് BJP തങ്ങളുടെ ബിനാമി രാഷ്ട്രീയം പ്രയോഗിച്ചതെന്ന ഞെട്ടിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത്. 2020യുടെ ലേബലിൽ അഖിൽ മാരാരെ കളത്തിലിറക്കിയത് യഥാർത്ഥത്തിൽ BJP തന്നെയാണെന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. പുറമേ നോക്കുമ്പോൾ 2020 ആണെങ്കിലും എതിരാളികളുടെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള BJPയുടെ ഗംഭീര തന്ത്രമായിരുന്നു അത്. ഇതൊക്കെയോടെ ആകെ വെട്ടിലായിരിക്കുന്നത് BJPയുമായി ഡീൽ നടത്തിയ നേതാവിനെ തലയിലേറ്റിയ കോൺഗ്രസ് ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കൊട്ടാരക്കരയിൽ തങ്ങൾക്ക് തെറ്റുമെന്ന രഹസ്യഭയം കോൺഗ്രസ് ക്യാമ്പിനുണ്ടെന്നാണ് സൂചന. അതിലും വലിയൊരു ആശങ്ക കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ടത്രേ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഐഷ പോറ്റി BJPയുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന ആ രഹസ്യ ചർച്ചകളുടെ ചിത്രങ്ങൾ BJP പുറത്തു വിടുമോ എന്ന ഭയം. അങ്ങനെ പുറത്തു വന്നാൽ ഈ അവസരവാദ രാഷ്ട്രീയത്തെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാതെ കോൺഗ്രസ് ശരിക്കും വിയർക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: പ്രസ്ഥാനം വലുതാക്കിയവരാണ് ഇത്തരം നേതാക്കൾ. നേതാക്കൾ ഒരിക്കലും പ്രസ്ഥാനത്തെക്കാൾ വലുതല്ല. ചെങ്കൊടിയെ വഞ്ചിച്ചു പോയവരോട് ഈ നാടിന് പുച്ഛം മാത്രമേയുള്ളൂ. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന കൊട്ടാരക്കരയിലെ സാധാരണ കോൺഗ്രസ് അണികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10-21 കൊല്ലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഒരാൾ ഒടുവിൽ സ്വന്തം പാർട്ടിയെ തന്നെ നിർദാക്ഷിണ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ, BJPയുമായി രഹസ്യമായി വിലപേശിയെന്ന ഈ സൂചനകൾ ശരിയാണെങ്കിൽ അവർ നാളെ കോൺഗ്രസിനെയും തള്ളിപ്പറയില്ല എന്ന് എന്താണ് ഉറപ്പ്? മന്ത്രിസ്ഥാനം മോഹിച്ചു മാത്രം വന്നവരാണെങ്കിൽ നാളെ അധികാരമില്ല എന്ന് കണ്ടാൽ അവർ കോൺഗ്രസിനെയും ചവിട്ടിപ്പുറത്താക്കില്ലേ? 21 വർഷത്തെ ബന്ധം മുറിക്കാൻ ഒരു നിമിഷം പോലും ആലോചിക്കാത്തവർക്ക് കോൺഗ്രസിനെ തള്ളിപ്പറയാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് തലമുതിർന്ന പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. BJPയുമായി രഹസ്യ ഡീൽ ഉറപ്പിച്ചുവെന്നും പിന്നെ അവരെ നൈസായിട്ട് വഞ്ചിച്ചു എന്നുമുള്ള ഈ സൂചനകൾ ശരിയാണോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. തങ്ങളെ വളർത്തിയ പ്രസ്ഥാനത്തെ അവർ എന്തായാലും തള്ളിപ്പറഞ്ഞു. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കൊട്ടാരക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷം, ഇതിനെങ്ങനെ മറുപടി നൽകുമെന്ന് കണ്ടു തന്നെ അറിയണം. വരും ദിവസങ്ങളിൽ BJP പുറത്തുവിടുമെന്ന് ഭയക്കുന്ന ആ രഹസ്യ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേരളം.